എഴുത്തുകൂട്ടം ദ കമ്മ്യൂൺ ഓഫ് ലെറ്റേഴ്സിൻ്റെ ചലച്ചിത്ര പരിചയത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മോൻസി ജോൺ. 2016 അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് പിന്നെയും. ടൊറൻഡോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ മാസ്റ്റേഴ്സ് സെക്ഷനിൽ ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര മേളകളിൽ ഇത് പ്രദർശിപ്പിക്കുകയുണ്ടായി. സമൂഹ മനസ്സ് കാണുന്ന സ്വപ്നങ്ങളാണ് സിനിമകൾ. സ്വപ്നങ്ങൾക്ക് അർത്ഥം തിരയുന്നത് ഒരിക്കലും പാഴ്വേലയല്ല. അത് നമുക്ക് നമ്മെ തിരിച്ചറിയാനുള്ള ഉപാധിയാണ്. സ്വപ്നങ്ങൾ പലപ്പോഴും അതീത യാഥാർത്ഥ്യ സ്വഭാവമുള്ളവയാണ്. ചിലപ്പോൾ പകൽ നാം കണ്ട ഏതെങ്കിലും ഒരു ദൃശ്യമായിരിക്കും ഉറക്കത്തിൽ സ്വപ്നമായി രൂപപ്പെടുന്നത്. സമൂഹത്തിലെ ഇത്തരം ദൃശ്യങ്ങൾ, വർത്തമാനങ്ങൾ, വാർത്തകൾ, സമൂഹ മനസ്സിൽ ഏറെ നാൾ പതിഞ്ഞു കിടക്കുന്നവ സ്വപ്നങ്ങൾ പോലെ സിനിമകളാക്കി പരിവർത്തിപ്പിക്കുകയായിരിക്കും പലപ്പോഴും ഒരു സംവിധായകൻ്റെ ജോലി. അടൂരിനെ പോലെ ഒരാൾ കണ്ട സ്വപ്നം ഈ സമൂഹ മനസ്സ് കണ്ട സ്വപ്നം തന്നെയായിരിക്കും. നാം മറക്കാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ എത്ര ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത ഒരു പേക്കിനാവാണ് പിന്നെയും എന്ന സിനിമയിലൂടെ അടൂർ ചിത്രീകരിക്കുന്നത്. ഇത് ഒരു ക്രൈം ത്രില്ലർ സിനിമയാണെന്ന് പ്രതീക്ഷിച്ചവരൊക്കെ നിരാശപ്പെടുകയാണ് ഉണ്ടായത്. ഒരു യഥാർത്ഥ സംഭവമായി, 80കളിൽ കേരളത്തെ ഉലച്ച സുകുമാരക്കുറുപ്പ് സംഭവമായി ഇതിന് ബന്ധമുണ്ടായിരുന്നില്ലെങ്കിൽ ഈ ചിത്രത്തെ ഒരു അടൂർ സിനിമയായി കണ്ട് നമ്മൾ ആസ്വദിക്കുമായിരുന്നു. അനന്തരത്തിലും നിഴൽക്കുത്തിലും പോലെ ഇതിലും മിതമായി ചേർത്തിരിക്കുന്ന അതീത യാഥാർത്ഥ്യം അടൂർ അറിഞ്ഞുകൊണ്ടുള്ളതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകുമായിരുന്നില്ല. അടൂരിൻ്റെ സിനിമയുടെ കഥ ഇങ്ങനെയാണ്. 70കളിലോ 80കളിലോ ഉള്ള ഒരു കേരളീയ മധ്യവർഗ കുടുംബത്തിലെ അഭ്യസ്തവിദ്യനായ ഒരു യുവാവാണ് പുരുഷോത്തമൻ നായർ. തൊഴിൽ രഹിതനായ അയാൾ ഭാര്യയോടും മകളോടുമൊപ്പം ഭാര്യ വീട്ടിൽ തന്നെ താമസിക്കുന്നു. ജോലി അന്വേഷണം എവിടെയും എത്തുന്നില്ല. ഭാര്യയുടെ ചെറിയ ശമ്പളവും അധ്യാപകനായിരുന്ന ഭാര്യാപിതാവിൻ്റെ പെൻഷനും മാത്രമാണ് കുടുംബത്തിലെ വരുമാനം. ഭാര്യയുടെ പോലും പിന്തുണ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ അയാൾക്ക് ഓർക്കാപ്പുറത്ത് ഒരു ഗൾഫ് ജോലി തരപ്പെടുന്നു. ധനികനായി തിരിച്ചു വരുന്ന പുരുഷോത്തമൻ നായർക്ക് ഇപ്പോൾ കൂടുതൽ പണമുണ്ടാക്കുന്നതിനെ പറ്റിയാണ് ആലോചന. ഒരു വലിയ തുകയ്ക്ക് ഇൻഷുറൻസ് പോളിസി എടുത്ത അയാൾ താൻ തന്നെ മരണപ്പെട്ടതായി വരുത്തി ആ പണം സ്വന്തമാക്കാൻ പദ്ധതിയിടുന്നു. കൂട്ടാളികളായി ഭാര്യയുടെ അച്ഛനെയും അമ്മാവനെയും കിട്ടി. സ്വന്തം കാറിൽ ഒരു ശവശരീരം കത്തിക്കാനായിരുന്നു പദ്ധതി. ശവശരീരം കിട്ടാതായപ്പോൾ ഒരു കൊലപാതകം തന്നെ നടത്തിയെങ്കിലും എല്ലാം പാളി. നാടുവിട്ട പുരുഷോത്തമൻ നായരെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പോലീസിന് പിടിക്കാനായില്ല. ഭാര്യയെയും മകളെയും കാണാൻ മഴ കോരിച്ചൊരിയുന്ന ഘോര രാത്രികളിൽ വേഷവും രൂപവും മാറി അയാൾ വീണ്ടും ഒളിച്ചു വരുന്നു. തൻ്റെ കുടുംബത്തിൻ്റെയും പ്രതികരണം അനുകൂലമല്ല എന്ന് കണ്ടപ്പോൾ ആനന്ദ് ശർമ്മ എന്ന് പേര് മാറ്റിയിരുന്ന അയാൾ ഒരു ലോഡ്ജ് മുറിയിൽ ജീവിതം അവസാനിപ്പിക്കുന്നു. ഈ സിനിമയെ ഒരു ദുരന്തഹാസ്യമായി വേണം നാം കാണാൻ. യഥാർത്ഥ ശൈലിയെ നിഷേധിക്കുകയാണ് ചിലരുദ്ദേശിക്കുന്ന ആ നല്ല ക്രൈം ത്രില്ലർ സിനിമയെ ഉയരത്തിൽ നിന്നും താഴെയിട്ട് നശിപ്പിക്കുകയാണ് അടൂർ ചെയ്യുന്നത്. എങ്കിലും അത് പ്രകടനപരമായ അസംബന്ധ ശൈലി അവലംബിച്ചല്ല എന്നത് പ്രസ്താവ്യമാണ്. കുറ്റകൃത്യ സമയത്ത് അതിനെ മുഴുവൻ ഫലിതമയമാക്കുന്ന സീനുകൾ യഥാർത്ഥ ശൈലി എന്ന് പറയാമോ? ശവം കിട്ടാതെ വരുമ്പോൾ കടത്തിണ്ണയിൽ ഉറങ്ങിക്കിടന്ന പിച്ചക്കാരനെ പിടികൂടാൻ ശ്രമിക്കുന്ന സീൻ നമ്മൾ ചിരിക്കാൻ വേണ്ടി തന്നെയാണ്. അതുപോലെ മഴയത്തെ ഇരുളിൽ ജനാലയ്ക്കൽ വന്നു നിന്ന് പത്രത്തിൽ കൊടുക്കാൻ പോകുന്ന മാട്രിമോണിയൽ പരസ്യത്തിലെ വാചകങ്ങൾ പറയുന്ന പുരുഷോത്തമൻ നായർ ആരെയും ചിരിപ്പിക്കും. സാഹിത്യത്തിലും സിനിമയിലും ട്രാജി കോമഡികൾ ഒട്ടും പുതുതല്ല.
ഷേക്സ്പിയർ നാടകങ്ങൾ, ചാർലി ചാപ്ലിൻ സിനിമകൾ തുടങ്ങി എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നെ ആകർഷിച്ചത് ഈ സിനിമയുടെ സാമൂഹ്യമാനമാണ്. 60കളിലും 70കളിലും അഭ്യസ്തവിദ്യരായ മലയാളി യുവത്വം നേരിട്ടത് രൂക്ഷമായ തൊഴിലില്ലായ്മയാണ്. അമിതമായി കറുപ്പും മഞ്ഞയും ചായം തേച്ച ഒരു ടാക്സിക്കാർ സിനിമയിൽ ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം ഗൾഫ് ബൂം വന്നതോടുകൂടി എങ്ങനെ പച്ചപിടിച്ചു എന്നതും മലയാളിയുടെ സമൂഹ മനസ്സ് എങ്ങനെ ആഗോള സമ്പദ്ഘടനയുടെ മത്സരത്തിൽ ഉൾച്ചേരാൻ ആഗ്രഹിച്ചു എന്നതിനും ചരിത്രം സാക്ഷിയാണ്. സമ്പന്നതയ്ക്ക് വേണ്ടിയുള്ള ത്വര മലയാളിയെ കൊണ്ടെത്തിച്ചത് പൈശാചികമായ അതിസാഹസികതയിലേക്കാണെന്ന തിരിച്ചറിവായിരുന്നു സുകുമാരക്കുറുപ്പ് സംഭവം. നമ്മുടെ ചുവരലമാരികളിൽ പൊടി പിടിച്ചു കിടക്കുന്ന അസ്ഥികൂടങ്ങളെ കാണിച്ചു തരികയാണ് സംവിധായകൻ. സാത്വികരായിരുന്ന മനുഷ്യർ വളരെ പെട്ടെന്ന് കണ്ണിൽ ചോരയില്ലാത്ത കൊലപാതകികളായി മാറുകയും പെട്ടെന്ന് തന്നെ തിരികെ സാത്വികരാകുകയും ചെയ്യുന്നതാണ് നാം സിനിമയിൽ കാണുന്നത്. പക്ഷേ ഇത്തരം കഴുത്തറപ്പൻ മത്സരങ്ങൾക്ക് പറ്റിയ മണ്ണല്ല കേരളത്തിൻ്റേത്. പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഒരു ഉത്തരേന്ത്യൻ വ്യവസായിയായി മടങ്ങി വരുന്നത് ഒരു പരിഹാരമല്ല എന്നതാണ് അയാൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ പൊരുൾ. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പരിതസ്ഥിതികളാണ് പൊതുവിൽ അടൂർ സിനിമകളുടെ എല്ലാം മുഖമുദ്ര. ഒരുപക്ഷെ ഭൂരിപക്ഷം മലയാളികൾ സ്വീകരിക്കാൻ ഒരുക്കമല്ലെങ്കിലും ഈ സിനിമയുടെ അടിത്തറയും അതുതന്നെയാണ്. ഇത് മലയാളിയുടെ പ്രതിച്ഛായ തകർക്കാനുള്ള വ്യാഖ്യാനമാണ് എന്ന് സംശയമുള്ളവർ ഇപ്പോൾ തന്നെ കേരളീയ സമൂഹത്തിലേക്ക് വീണ്ടും ഒന്ന് നോക്കിയാൽ മതി. സമ്പൽ സമൃദ്ധി ഉണ്ടാവാനായി നരബലി പോലും നടത്താൻ തയ്യാറുള്ള പൊതുവെ സാത്വികരെന്ന് തോന്നിക്കുന്ന ആളുകൾ എത്രയാണ് നമുക്ക് ചുറ്റും. അടൂരിൻ്റെ ഈ സിനിമയെ തള്ളിക്കളയാനുള്ള ത്വരയ്ക്ക് നാം കൊടുക്കുന്നത് വലിയ വിലയായിരിക്കും. നന്ദി.